സഞ്ജു സാംസൺ ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയ എന്നാൽ കൺസിസ്റ്റന്റ് അല്ലാത്ത ബാറ്റർ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ദ മോസ്റ്റ് ഇൻകൺസിസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ബാറ്റർ. കൺസിസ്റ്റന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, 5 കളികളിൽ ഒരു 2 സെഞ്ചുറിയൊക്കെ അടിക്കുന്നുണ്ട്. കൺസിസ്റ്റന്റ് അല്ലേ എന്ന് ചോദിച്ചാൽ സെഞ്ചുറി അടിച്ചില്ല എങ്കിൽ 10 റൺസിൽ താഴെ ഔട്ടാവുന്നുമുണ്ട്. സഞ്ജു സെഞ്ചുറി അടിക്കുമോ അതോ 10 റൺസിന് താഴെ ഔട്ടാവുമോ എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 4-5 കളിയൊക്കെ ഒരു 2 അക്കം കാണാതെ പുറത്താകുന്ന സഞ്ജു 6ാമത്തെ കളി ചിലപ്പോൾ ഒരു വലിയ സെഞ്ചുറി അടിച്ചുകൊണ്ട് തിരിച്ചു വരും. ഇത് കുറച്ച് നാളുകളായിട്ട് നടക്കുന്നുണ്ട്. ആകെ T20 വേൾഡ് കപ്പിൽ മാത്രമാണ് സഞ്ജു തുടരെ 3 കളികളിൽ 50-ന് മേലെ സെഞ്ചുറിക്കരികെയുള്ള റൺസ് അടിച്ചത്. പക്ഷെ അതിനുശേഷം 2 അക്കം കാണാതെ ഒരു 2-3 കളികളിൽ പുറത്താകുന്ന സഞ്ജുവിനെയാണ് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കണ്ടത്. അതിനുശേഷം വീണ്ടും ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് വിമർശകരെ വായടപ്പിച്ചു. പിന്നീട് ഒരു 48 റൺസ് അടിച്ചു. പിന്നീടും സഞ്ജു 2 അക്കം കാണാതെ പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും സെഞ്ചുറി അടിച്ചു. ഇതാ വീണ്ടും 2 അക്കം കാണാതെ എന്ന് പറയാൻ പറ്റില്ല, 11 റൺസിന് പുറത്തായി. ഇങ്ങനെ വിമർശകർ വാ തുറക്കുന്നു, സഞ്ജു വീണ്ടും വായടപ്പിക്കുന്നു, വീണ്ടും തുറക്കുന്നു, വീണ്ടും അടപ്പിക്കുന്നു. അത്തരത്തിലൊരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ രസകരമാണ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ. ഫോം ഔട്ട് ആയി എന്ന് വിചാരിക്കുന്നിടത്ത് സഞ്ജു വീണ്ടും ഫോമിലേക്ക് തിരിച്ചു വരും. ഇതിൻ്റെ ഒരു മാച്ച് വിന്നിങ് പെർഫോമൻസ് സഞ്ജു കാഴ്ചവെക്കും. പ്രത്യേകിച്ച് ക്ലച്ച് മാച്ചസുകളിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസുകളിൽ സഞ്ജു ഒരു അനിഷേധ്യനായ ഒരു ബാറ്ററായിട്ട് തുടരുകയാണ്. വേറെ ഏത് കളിയിലും വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കളികളിൽ സഞ്ജു ഫോം ആകും എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ട്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിയപ്പോൾ സഞ്ജു ഒന്ന് പതറിയെങ്കിലും പിന്നീട് 2 സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇപ്പോൾ 8 ഇന്നിങ്സുകളിലായി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച ചെന്നൈ ബാറ്റർ എന്ന ഒരു പ്രശസ്തിയിലേക്ക് സഞ്ജു എത്തി നിൽക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും ആ 2 സെഞ്ചുറിയും ഒരു 48 റൺസ് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ മോശം സ്കോറുകളാണ്. 5 കളികളിലും സഞ്ജു ഫോം ഔട്ടാണ്. പക്ഷെ ആ 2 സെഞ്ചുറിയാണ് സഞ്ജുവിനെ വ്യത്യസ്തനാക്കുന്നത്. ചെന്നൈയുടെ ഏറ്റവും വലിയ റൺസ്, ഇൻഡിവിജ്വൽ സ്കോർ, ഏറ്റവും കൂടുതൽ 4, 6, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടോട്ടൽ സ്കോർ എല്ലാം സഞ്ജുവിൻ്റെ പേരിലാണ്. എന്നിരുന്നാൽ കൂടിയും ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഈ ഒരു ഘട്ടത്തിൽ സഞ്ജു ഫോമിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി ചെന്നൈക്ക് ഒരു സെമി കാണാൻ